ആ അതാ ഈ നല്ല നടന്മാരുടെ ഒരു പ്രത്യേകത. അവരെ അഭിനയിക്കുകയാണെന്ന് ആർക്കും തോന്നില്ല. എല്ലാം ഇങ്ങനെ സ്വാഭാവികമായിരിക്കും. ഓ, വലിയൊരു സ്വാഭാവിക അഭിനേതാവ് വന്നിരിക്കുന്നു. അത്രയ്ക്ക് സ്വാഭാവികതയൊന്നും വേണ്ട. എല്ലാം ഒന്ന് കണക്കിന് മതി, കേട്ടല്ലോ. ഓ, ഉത്തരവ്. ഇനിയെല്ലാം കണക്കിന് ചെയ്തോളാമേ. അല്ല സാർ, അവളെന്താ പറഞ്ഞേ? എന്റെ അഭിനയം ഏതാണ്ട് അവള് വിശ്വസിച്ച മട്ട അല്ല, അവള് വിശ്വസിച്ചിട്ടുണ്ട്. അവൾക്ക് വലുത് പണമാണ് വിശാൽ സർ. അതിനുവേണ്ടി അവൾ എത്ര വൃത്തിയായിട്ട കളികൾക്കും തയ്യാറാണ്. അതെ, പണം തന്നെ അവളുടെ ലക്ഷ്യം. റിയ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗായത്രി ഗ്രൂപ്പ് പോലെ വേറെയും 3 കമ്പനികൾ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ അവൾക്കതങ്ങ് ബോധിച്ചു. പിന്നെ കമ്പനി തിരിച്ചു പിടിക്കാൻ റിയയുടെ സഹായം കൂടി വേണമെന്ന് പറഞ്ഞപ്പോ അവള് പൂർണ്ണമായിട്ടങ്ങ് വീണു. അല്ല വിശാൽ സർ, ഇപ്പോ അവളുടെ തീരുമാനം എന്താ? നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാ അവള് പറയുന്നത്. നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നോ? എവിടെ വെച്ച്? എപ്പോ നേരിട്ട് കാണണമെന്ന്? രാത്രി നേരിട്ട് കാണണമെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. സ്ഥലം എവിടെയാണെന്ന് അവള് വിളിച്ചു പറയാന്ന്. അപ്പോ അവള് പറയുന്നിടത്തേക്ക് സാറ് രാത്രി പോവാൻ പോവാണോ? പിന്നെ പോവാതിരിക്കാൻ പറ്റൂ? പോണം, പക്ഷേ. എന്തോന്നൊരു പക്ഷേ? സാറ് തനിച്ചാണോ അവളെ കാണാൻ പോകുന്നത്? എന്നോട് തനിച്ച് ചെല്ലാൻ അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, തനിച്ച് പോണോ? തനിച്ചല്ലാതെ പിന്നെ ഞാൻ ആരെയാ കൂട്ടിക്കൊണ്ടു പോകണ്ടേ? സർ, അവളൊരു മന്ത്രവാദിനിയാ. അവള് വിളിക്കുന്നിടത്തേക്ക് സാറ് രാത്രി ഒറ്റയ്ക്കെങ്ങാനും ചെന്നാ? ഒറ്റയ്ക്ക് എന്നാ എന്താ കുഴപ്പം? സർ, സാറിന്റെ കൂടെ ഞാനും വരാം. അല്ല, താനെന്തിനാ കൂടെ വരുന്നേ? താൻ കൂടെ വന്നാ അവൾക്ക് സംശയമാവില്ലേ? നമ്മുടെ പദ്ധതി മുഴുവൻ പൊളിയില്ലേ? എന്തോ അവളുടെ അടുത്തേക്ക് സാറിനെ തനിച്ചയക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ തനിച്ച് തന്നാൽ എന്താ? അവൾ എന്നെ കയറി പിടിക്കോ? അവളല്ലേ ആള്, ചിലപ്പോ കയറി പിടിച്ചു എന്നൊക്കെ വരും. സാർ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് സാറിന് തമാശയല്ലേ? എടോ, തനിക്ക് എന്നെ വിശ്വാസമില്ലേ? അതെ, വിശ്വാസമാണ്. എന്നാലും എനിക്ക് അവളെ അത്ര വിശ്വാസമില്ല. അവള് ആണുങ്ങളെ മയക്കെടുക്കുന്ന രാക്ഷസിയാ. തനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ ഭയപ്പെടുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. എന്നാലും ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ എന്തെങ്കിലും. താനൊന്ന് പോടോ. ഒരു ദുർബല നിമിഷം ഉണ്ടാവാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എടോ, തൊട്ടാലുടനെ അലിഞ്ഞു പോകുന്ന ഒരാളൊന്നുമല്ല വിശാല്. എന്റെ മനസ്സിന് കരിമ്പാറയുടെ ഉറപ്പാ. അതിനെ പിടിച്ചു കുലുക്കാൻ ഒരു റിയ വിചാരിച്ചാലും സാധിക്കില്ല. എടോ, എന്റെ മനസ്സിലെ എന്നും ഒരേ ഒരു പെണ്ണെ ഉണ്ടാവും. അതെ, ദേ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന എന്റെ പാറക്കുട്ടിയെ. എടോ, ഈ പ്ലാനൊക്കെ താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചത്? ഇനിയിപ്പോ ഞാൻ തനിച്ച് പോകുന്നതിൽ തൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. ഈ പ്ലാനെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. അത് വേണ്ട സർ. റിയയുടെ കള്ളി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അവൾ ആരാണെന്ന് നമുക്ക് വിനയെ ബോധ്യപ്പെടുത്തണം. പണമാണ് അവളുടെ ലക്ഷ്യമെന്നും പണത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നും ആരെയും ഒറ്റിക്കൊടുക്കുമെന്നും വിനയോടുള്ള റിയയുടെ ബന്ധം ശാശ്വതമല്ലെന്നും വിനയെ നമുക്ക് അറിയിക്കണം. എങ്കിൽ മാത്രമേ ഗാർഗിയുടെ ജീവിതം നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. കമ്പനിയും സ്വത്തുക്കളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനാവൂ. അതിന് നമ്മൾ തയ്യാറാക്കിയ ഈ പ്ലാൻ നടന്നിരിക്കണം. പക്ഷേ ഞാൻ തനിച്ചു പോയി റിയെ കാണുന്നതിനോട് താനിങ്ങനെ വിയോജിച്ചാൽ ഞാൻ എന്തു ചെയ്യും? തനിച്ചു പോയാൽ മാത്രമേ അവളെ വലിച്ചു കീറി അവളുടെ മുഖം മൂടി പിച്ച് ചീന്താനാവൂ. എടോ, താൻ ടെൻഷൻ അടിക്കണടോ. താൻ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്നാ ശരി, അവള് വിളിക്കുന്നതിനനുസരിച്ച്
എവിടെയാണെന്ന് വെച്ചാ സാറ് പോയി അവളെ കണ്ടോളൂ. എന്താ ഇപ്പൊ തന്റെ പേടിയൊക്കെ മാറിയോ? മാറി. പെണ്ണൊരുമ്പിട്ട ബ്രഹ്മനും രക്ഷയില്ലെന്ന് സാറ് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഒരുമ്പെട്ട പെണ്ണറിയാം. അതുകൊണ്ടാ എന്റെ പേടി. പക്ഷേ ഇപ്പൊ എനിക്ക് ധൈര്യമുണ്ട്. ഉദയനൊരമ്മ കൂട്ടിനുള്ളപ്പോ ഞാൻ എന്തിനാ അവളെ ഭയപ്പെടുന്നു? ഓഹോ, അപ്പോ എന്റെ മനസ്സുറപ്പില് തനിക്ക് വിശ്വാസം ഇല്ല. ഒന്ന് പോ സാറേ. ഒരു കാലത്ത് ജാസ്മിൻ ആയിരുന്നു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. അവൾ എന്തൊക്കെ അഭ്യാസങ്ങളാ നമ്മുടെ വീട്ടിൽ നടത്തിയതും. അവള് പോയപ്പോ മനസ്സിനൊരു സമാധാനമായിരുന്നു. ഇപ്പോ ജാസ്മിനേക്കാൾ വലിയ വിഷയമായിട്ട് റിയ മാറിയിരിക്കുക. അവളെ ഇനിയും വളരാൻ അനുവദിച്ച അവൾ ഗാർഗിയുടെ കുടുംബം മാത്രമല്ല സകലതും തകർക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയത്. അവളെ കെട്ടിയെഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന വിനയ് തന്നെ അവളെ അടിച്ചിറക്കി വിടണം. നമ്മുടെ ഈ പദ്ധതി വിജയിക്കുമ്പോ വിനയ് അവളെ കൊല്ലാതെ വിട്ട ഭാഗ്യം. അന്യന്റെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഇവളെ പോലുള്ള സ്ത്രീകള് ശരിക്കും ഈ ഭൂമിക്ക് തന്നെ ശാപോ. ഇവളെ ഒന്നും ഭൂമിക്ക് മീതെ വച്ചിരിക്കാൻ പാടില്ല, തീർത്തു കളയണം. പക്ഷേ അതിനുള്ള അധികാരമൊന്നും നമുക്കില്ലല്ലോ. എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ. സാർ പോയിട്ട് വാ. ദേ, വയറിനുള്ളിൽ കിടന്ന മോളിതൊക്കെ കാണുന്നുണ്ട്. വിഷമിക്കണ്ട വിനയ്. ആഹാരവും മരുന്നും കൃത്യമായിട്ട് കഴിച്ച് വിശ്രമിച്ചാൽ മതി. വിനയുടെ അസുഖമൊക്കെ മാറും. മരുന്ന് കഴിക്കാൻ സമയമായി. അതിനു മുമ്പ് ആഹാരം കഴിക്കണം. ഞാൻ പോയി നല്ല ചൂടുള്ള കഞ്ഞി എടുത്തിട്ട് വരാം. വിനയ് കടന്നോ. Vinay? Vinay? Hey baby, what happened to you? പകൽ ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കുന്നോ? എന്ത് പറ്റി നിനക്ക്? വാ, എഴുന്നേറ്റേ. വാ, എഴുന്നേക്കാൻ. പകൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് നല്ലതൊന്നുമല്ല. നീ ഇതുവരെ എവിടെയായിരുന്നു? ഓഹോ, ആള് വലിയ ചൂടിലാണല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിനൊപ്പം ഒരു ഔട്ടിങ്ങിന് പോയതായിരുന്നു. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? നീ ഒരിക്കൽ പോലും കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ. അത് പിന്നെ ഫോൺ സൈലന്റിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചുമില്ല. ഞാനൊരു അത്യാവശ്യത്തിനല്ലേ നിന്നെ വിളിച്ചത്. പോരാത്തതിന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ അതും കണ്ടില്ല. നീയൊന്നും കാണുകയില്ല, കേൾക്കുകയില്ല. മനുഷ്യൻ ഇവിടെ കിടന്ന് ചത്താലും നീ അറിയില്ല. ഇപ്പൊ വിനയ്ക്ക് എന്താ വേണ്ടേ? എന്താ ഇത്ര അത്യാവശ്യം? ഞാനിവിടെ പനിച്ച് പറച്ച് മൂടിപ്പോച്ച് കിടക്കുന്നൊന്നും നീ കാണുന്നില്ലേ? അയ്യോ, വിനയ്ക്ക് പനിയായിരുന്നോ? ഷോ, ഞാനത് ശ്രദ്ധിച്ചില്ല. എവിടെ നോക്കട്ടെ. അയ്യോ, ടെമ്പറേച്ചർ ഉണ്ടല്ലോ. എന്നാ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇനി അതിന്റെ ആവശ്യമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഗാർഗി ഡോക്ടറോട് വിളിച്ചു പറഞ്ഞ് മെഡിസിൻ വാങ്ങിച്ചു തന്നു. ഞാനത് കഴിച്ചു. നേരത്തെ തീ പോലെ പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പോ അതിന് കുറവുണ്ട്. പനിയും തുമ്മലും തലവേദനയും കാരണം എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത നേരത്താ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോ നീയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. തന്നെ വിളിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാതായപ്പോ അമ്മയും വിളിച്ചിരുന്നു. അമ്മയും വലിയ തിരക്കില്ല. വിനയ്ക്ക് സുഖമില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോ?
പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല അമ്മ ഇപ്പോൾ ഉള്ളത്. ആ അതെന്താ അത്ര വലിയൊരു സിറ്റുവേഷൻ? എല്ലാം നീ കാരണം ഉണ്ടായതാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? വിനയ് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നിന്റെ നിർബന്ധപ്രകാരം നമ്മൾ തുടങ്ങിയ ഡിസ്ലറിയിൽ നിന്ന് വിൽപ്പന ചെയ്ത മദ്യം കഴിച്ച് 5-6 പേര് മരിച്ചു. ആ മദ്യം കഴിച്ച ഞാനിപ്പോ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്. നമ്മുടെ മദ്യം കഴിച്ച് 4-5 പേര് മരിച്ചോ? ആ മരിച്ചു. ഹ, അതെങ്ങനെ സംഭവിച്ചു? എത്തനോളിന്റെ അളവ് കൂടിയിട്ടുണ്ടാവും. അല്ല, മദ്യത്തിൽ എത്തനോളിന്റെ അളവ് കൂടിയതില് എന്നെ എന്തിനാ പഴിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഏതായാലും ഇപ്പോ കോടികൾ പൊടി. ഇല്ലെങ്കിലേ ഞാനും അമ്മയും വിഷമദ്യം കൊടുത്ത് ആളെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്നാലും ചോദിക്ക, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓഫീസിൽ പോയി അമ്മയെ കാണണോ? ഒന്നും വേണ്ട, അതൊക്കെ അമ്മ കൈകാര്യം ചെയ്തോളൂ. ഇതിപ്പോ വല്ലാത്ത കുരിശായി പോയല്ലോ. ഏതായാലും നല്ല ബെസ്റ്റ് ടൈം. ശരി, അതവിടെ നിൽക്കട്ടെ. എനിക്ക് വലുത് വിനയാ. വിനയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. വാ, എഴുന്നേറ്റ് വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ, എഴുന്നേറ്റ് വാ. വേണ്ടറിയ, ഹോസ്പിറ്റലൊന്നും പോണ്ട. അല്ല വിനയ്, വിഷം കലർന്ന മദ്യം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. ഗാർഗി എല്ലാം വിശദമായി ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നിട്ടുള്ളത്. അത് കഴിച്ചപ്പോ എനിക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും അസുഖം തോന്നുന്നെങ്കിലേ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളാം. മരുന്ന് വാങ്ങി കഴിച്ചതൊക്കെ ഓക്കെ. ഡോക്ടറെ കാണാൻ പോവാണെങ്കിൽ ഞാനും കൂടെ വരും. വിനയ്, ദാ ഈ കഞ്ഞി കുടിക്ക്. കഞ്ഞി തന്നിട്ട് വേണം ഈ വീട്ടിലെ ജോലികൾ എനിക്ക് ചെയ്യാൻ. ആ, അതിങ്ങി തന്നേക്ക്. കഞ്ഞി ഞാൻ കൊടുത്തോളാം. ഇല്ല, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? വിനയുടെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാം. ഇയാള് ചെല്ല്. പോവാൻ. വിനയ്, കുടിക്ക്, കഞ്ഞി കുടിക്ക്. കുടിക്ക്. മതി മതി. കഴിക്കേ. ആ വേണ്ട. കഴിക്ക് വിനയ്, കഴിക്ക് വിനയ്. ആ വിനയ്, ഓ, ഇങ്ങനെ കുടിച്ച് കണ്ണും കരളും നശിച്ച വൃത്തിയേട്ടന്മാർക്ക് കൂട്ടിക്കൊടുക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ ഈശ്വര. പിന്നെ ഒമിറ്റ് ചെയ്തതൊന്നും കാര്യാക്കണ്ട. കുറച്ച് കഞ്ഞിയും കൂടെ കുടിക്കാം. വേണ്ട വേണ്ട. അല്ലെങ്കിൽ ക്ഷീണം വരും. മരുന്ന് കഴിക്കേണ്ടതല്ലേ? എനിക്ക് വേണ്ട. ആ, അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവൂല. വാ, ഇരിക്കെ, കുറച്ച് കഞ്ഞിയും കൂടെ കുടിക്കാം. ആ, എനിക്കിപ്പോ വേണ്ട. അതെങ്ങനെയാ? കുറച്ചുകൂടെ കുടിക്കേ. കുടിക്കേ. എന്താ വിനയ്, കുടിക്കേ, കുറച്ചുകൂടെ. ഇങ്ങടുത്തെ വിട്. പനിയും ജലദോഷവും ബാധിച്ച് ശരീരം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. മെല്ലെ സാവകാശത്തിന് വേണം കൊടുക്കാൻ, ഇല്ലെങ്കിൽ വീണ്ടും വൊമിറ്റ് ചെയ്യും. ഞാൻ കൊടുത്തോളാം. ദാ വിനയ്. ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു വാടക ഗർഭധാരണത്തിന് പറ്റിയ ഒരാളെ കണ്ടെത്താൻ എളുപ്പമാണോ? എങ്ങനെയാണ് അതിന്റെ നടപടികൾ? പണം ഒരു പ്രശ്നമല്ല. ശരി ശരി. അല്ല, ഇത് സക്സസ് ആയിരിക്കുമല്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തണം. ഉടനെ തന്നെ ട്രീറ്റ്മെന്റും തുടങ്ങണം.
ആ വിപിൻ സാറേ ആ ഫോണിങ്ങി തന്നെ. പല്ലവി, കുഞ്ഞ് എങ്ങനെ പിറന്നാലും അത് എന്റെ കുഞ്ഞായിരിക്കണം. എങ്കിൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന പോലെ ആ കുഞ്ഞിന് ഇവിടുത്തെ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കുള്ളൂ. നിനക്ക് കുഞ്ഞ് മാത്രം മതിയെങ്കിൽ നീ എവിടെയെങ്കിലും പോയി ഒരു കുഞ്ഞിനെ ദത്തെടുത്തോ. അല്ലാതെ എന്റെ കുഞ്ഞിനെ വാടക അമ്മയെ കൊണ്ട് പ്രസവിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ വാക്ക് കേൾക്കാതെ നീ ഒരു ടെസ്റ്റ് ട്യൂബ് കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായാൽ അതുകൊണ്ട് നിനക്ക് ഈ സ്വത്തുക്കൾ കിട്ടില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ പറയുന്ന അനുസരിക്കാതെ നീ 2 വർഷത്തിനുള്ളിൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവൻ എന്നെ ആപത്താവും. അത് നീ മറക്കരുത്. പല്ലവി, ടെസ്റ്റ് ട്യൂബ് മാർഗത്തിലൂടെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തന്നെ കരുതിക്കോ. ആ കുഞ്ഞിനെ നിനക്ക് മനസ്സുറന്ന് സ്നേഹിക്കാൻ കഴിയോ? നീ എന്തിനാ പല്ലവി കുഞ്ഞിന്റെ കാര്യത്തില് ഇത്ര റിസ്ക് എടുക്കുന്നത്? ഒരു കുഞ്ഞിന്റെ പിറവി എന്ന് പറയുമ്പോ നീ ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. പണത്തിനും സ്വത്തിനും വേണ്ടിയല്ല ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വത്തിനോടുള്ള ആർത്തി മൂത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുനിഞ്ഞാലേ അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടാവില്ല. ദൈവം നിന്നോട് കോപിക്കുകയുള്ളൂ, നിന്നെ ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള ചിന്ത നീ ഉപേക്ഷിക്കണം. നീ ഇതിൽ നിന്നും പിന്മാറണം. ശരി, ഞാൻ പിന്മാറാം. പകരം വിപിൻ സാറ് 5 കോടി രൂപ എനിക്ക് തരുമോ? 5 കോടിയോ? അതെ, 5 കോടി. ശരി, 5 കോടി രൂപ ഞാൻ തരാം. ആ 5 കോടി രൂപ കിട്ടിയാൽ നീ എന്നെ വിട്ട് ഇവിടുന്ന് പോവോ? നീ എന്നെ വിട്ട് ഒഴിഞ്ഞു പോവോന്ന് ഉറപ്പ് തന്ന 5 കോടി രൂപ ഞാൻ നിനക്ക് ഇപ്പൊ തരാം. 5 കോടി രൂപ നിനക്ക് തന്നാലും നിന്റെ ശല്യം ഞാൻ സഹിക്കണ്ടല്ലോ. 5 കോടി രൂപ കിട്ടിയാൽ നീ എന്താ ചെയ്യാൻ പോകുന്ന? നിനക്കിപ്പോ ഇവിടെ എന്തിനാ ഒരു കുറവ്? താമസിക്കാൻ ബംഗ്ലാവുണ്ട്, സഞ്ചരിക്കാൻ പോഷ് കാറുണ്ട്, അണിയാൻ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്, സ്വർണത്തിന്റെയും ഡയമണ്ട്സിന്റെയും ആഭരണങ്ങളുണ്ട്. പിന്നെ നീ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് തരുന്നുണ്ട്. അതിനപ്പുറം നിനക്ക് എന്താ വേണ്ടേ? കുഞ്ഞിനോട് വലിയ ആശയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കൊതിയാണെങ്കിൽ 8 മാസം കഴിയുമ്പോൾ നിന്റെ ചേച്ചി പ്രസവിക്കും. നീ ആ കുഞ്ഞിനെ എടുത്ത് ഓമനിച്ച് ലാളിച്ചോ. പാർവതിയുടെ കുഞ്ഞിനെ നീ എടുത്ത് ലാളിച്ചു എന്ന് കരുതി പാർവതി ഒന്നും പറയാൻ പോകുന്നില്ല. പല്ലവി, പണത്തിനോട് സ്വത്തിനോടുള്ള നിന്റെ ഈ ആർത്തി ഉണ്ടല്ലോ, അത് നിന്നെ നാശത്തിലേക്ക് എത്തിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോനെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? കുറവുണ്ടോ? ആശ്വാസം തോന്നുന്നുണ്ടോ നിനക്ക്? ഓ, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വരാനും സുഖവിവരം അന്വേഷിക്കാനും തോന്നിയല്ലോ. എടാ, എന്റെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഓ, അല്ലെങ്കിലും എനിക്കൊരു കാര്യം വരുമ്പോ അമ്മ എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ലല്ലോ. ആ. പണ്ട് മുതൽക്കേ അതങ്ങനെ തന്നെയാണല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ അമ്മ എപ്പോഴും അമ്മയുടെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. എടാ, നീ തന്നെ ഇങ്ങനെ പറയണം. ഞാൻ ഒരിക്കലും എന്റെ കാര്യം നോക്കിയല്ല ഒരിടത്തും പോയിട്ടുള്ളത്. ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, പ്രത്യേകിച്ചും നിനക്ക് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. 1 2 വർഷമല്ല, 16 വർഷമാണ്
ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. കുയില് കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട് അതിന്റെ കുഞ്ഞിനെ വളർത്തും പോലെയാ. ഞാൻ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെയും കൊണ്ട് ഇവിടെ വന്നത്. അത് നിനക്ക് ഓർമ്മ വേണം. പരാധീനതകളുള്ള ഒരു കുടുംബത്തിലാണല്ലോ നീയും നിന്റെ അനിയനും പിറന്നത്. നിങ്ങളെ നന്നായി വളർത്തണമെന്ന് ഈ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്കതിന് സാധിച്ചില്ല. അപ്പോഴാ ഗായത്രി ദേവി അവരുടെ മകനെ വിശാലിനെ ഒരു രാജകുമാരനെ പോലെ വളർത്തുന്നത് ഞാൻ കാണുന്നത്. വിശാലിനെ താഴത്തും തലയിലും വെക്കാതെയാ ഗായത്രി ദേവി ഓമനിച്ച് വളർത്തിയത്.